ഗൈസ്, സാൻ ഹിയർ. ഇറ്റ്സ് ബീൻ എ റിയലി ലോങ് ടൈം. കുറച്ചധികം നാളായി ഡിസിയുടെ നല്ലൊരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട്. ആൻഡ് ഐ ജസ്റ്റ് വെന്റ് ഫോർ ദാറ്റ് മൂവി ആൻഡ് സൂപ്പർമാൻ. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. ഈ അടുത്ത കാലത്ത് ഡി സി മൂവീസിന്റെ അല്ലെങ്കിൽ ഡി സി ഇയുടെ ആ ഒരു പാർട്ടായിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗും അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഫിലിംസ് അല്ലെങ്കിൽ കണ്ടന്റ് ഇറക്കിയിട്ടുള്ളതൊക്കെ നമ്മുടെ ജെയിംസ് ഗണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സ് മൊത്തത്തിൽ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ജെയിംസ് ഗണ്ണിനെ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ആള് വളരെ നല്ലൊരു ജോബ് ചെയ്തിട്ടുണ്ട്. ഈവൻ വിത്ത് പീസ് മേക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ക്രീച്ചർ കമാൻഡോസ് ആണെങ്കിലും ഹി ഹാസ് ബീൻ ഡൂയിങ് റിയലി ഗുഡ്. അതിന്റെ കൂടെ ഒരു പ്രോപ്പർ മൂവി, അതായത് തിയേറ്ററിൽ നമ്മൾ കാണുന്ന ഒരു ഐറ്റം സൂപ്പർമാനെ വെച്ച് ഇറക്കുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം നമ്മൾ സ്നൈഡർ വേഴ്സിൽ കണ്ടതാണ്. ഏകദേശം ഒരു ഡെക്കേഡ് മുന്നേ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മാൻ ഓഫ് സ്റ്റീൽ തിയേറ്ററിൽ പോയിട്ട് ഇതേപോലെ ഇരുന്ന് കണ്ടതാണ്. സോ ആക്ച്വലി ഐ ലൈക്ക് ദ മൂവി. മാൻ ഓഫ് സ്റ്റീൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പക്ഷെ അതിൽ എന്തോ സംതിങ് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് എന്താ പറയാ, സൂപ്പർമാന്റെ ഒരു ക്യാമ്പിനെസ്, ഒരു ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൂഡാണ്. ശരിക്കും ഡി സിയിൽ മാർവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം നല്ല ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട്. മാർവലിനുള്ളതിനേക്കാളും ഡെപ്ത് കൂടുതലുള്ള ക്യാരക്ടേഴ്സും കഥകളും മോസ്റ്റ്ലി ഡി സിക്ക് തന്നെയാണുള്ളത്. പക്ഷെ മൂവിയിലേക്ക് വരുമ്പോൾ എപ്പോഴും മാർവലാണ് ഡി സിക്കാരും ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ സൂപ്പർമാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സിയിലെ ഏറ്റവും ചിയർഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ക്യാമ്പി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഡാർക്ക് സൈഡിലേക്ക് പോകുന്ന ധാരാളം സ്റ്റോറി ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ബേസിക്കലി സൂപ്പർമാൻ ഒരു ഫൺ ലവിങ്, ഒരു എന്താ പറയാ, ഒരു നല്ല ഹൃദയമുള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. പക്ഷെ അഗൈൻ സാക് സ്നൈഡറിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ യൂണിവേഴ്സ് തന്നെ അത്യാവശ്യം ഡാർക്ക് ആയതുകൊണ്ട് സൂപ്പർമാൻ വാസ് നോട്ട് ഫീലിംഗ് റിയലി ദാറ്റ് ഗുഡ് ഇൻ ദാറ്റ് യൂണിവേഴ്സ്. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആ കറക്റ്റ് സൂപ്പർമാന്റെ ആ ഒരു ഫൺ എലമെന്റ്, ആ ഒരു ക്യാമ്പി വൈബ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. സൂപ്പർമാൻ എലൈറ്റ് തുടങ്ങിയിട്ടുള്ള എന്താ പറയാ കോമിക്സുകളാണ് ഇതിന് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ കോമിക്സുകളും ഇതേപോലെ തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ട് വരെ ആ ഒരു തരത്തിൽ വരുന്ന ഒരു എന്താ പറയാ ഒരു കോമിക്കാണ്. സോ ആ ഒരു ഇതിനെ ഈ ഒരു മൂവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജെയിംസ് ഗണ്ണിന് സാധിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി വൈസ് അത്ര മികച്ചതായിട്ട് പറയാനൊന്നും ഇതിലില്ല. പക്ഷെ എന്നാലും ആളുകൾക്ക്, അതായത് പ്രേക്ഷകർക്ക് ഈ ഒരു മൂവി ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷെ ഈ ഒരു മൂവി ഇഷ്ടപ്പെടാൻ ആൾക്കാർക്ക് കാരണമായിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡി സി ഇറക്കിക്കൊണ്ടിരുന്ന മോശം ക്വാളിറ്റിയിലുള്ള പടങ്ങൾ, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു കാറ്റഗറിയിലൂടെ ആ കാറ്റഗറിയുടെ ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു വിരസത അല്ലെങ്കിൽ ഒരു മടുപ്പ്. അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം ഒരു നല്ല സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇതിൽ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി അത്ര ഹെവി സ്റ്റോറി ഒന്നുമല്ല. വളരെ വളരെ മികച്ച സ്റ്റോറി ലൈനുകൾ, കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ ഡി സിയുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ആ സൂപ്പർമാന്റെ ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്തിലാണ് ഈ ഒരു മൂവി സർവൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂവി സക്സസ്ഫുൾ ആകുന്നത്. നമുക്ക് സൂപ്പർമാനെ കണ്ടു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ എന്തായിരിക്കണം സൂപ്പർമാൻ, അല്ലെങ്കിൽ സൂപ്പർമാൻ മൂവി കണ്ടു കഴിഞ്ഞാൽ കോമിക്സ് ഒക്കെ, പ്രത്യേകിച്ച് കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്ത് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഹാപ്പി വൈബ് ഈ ഒരു മൂവിക്ക് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ ധാരാളം തവണ കണ്ടിട്ടുള്ളത് പോലെ സൂപ്പർമാന്റെ ഒരു ഒറിജിൻ സ്റ്റോറി അല്ല ഇത്. സൂപ്പർമാനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം ഒരു 3 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി സൂപ്പർമാൻ ആരാണെന്നും എന്താണ് സൂപ്പർമാന്റെ പവർ എന്നും ലോകത്തുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ സൂപ്പർമാന്റെ വില്ലന്മാരെ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ആ ഒരു യൂണിവേഴ്സിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. സോ നമുക്ക് ആ ഒരു എന്താ പറയാ കണ്ടുവന്നിട്ടുള്ള കഥകളുടെ ഒരു ആവർത്തന വിരസത നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിന്റെയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പൊ ലെക്സ് ലൂതർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ സൂപ്പർമാൻ ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഇപ്പൊ ഗൈ ഗാർഡനർ, അതായത് ഗ്രീൻ ലാന്റേൺ ആണെന്നുണ്ടെങ്കിലും, ഈ ക്യാരക്ടേഴ്സിനെ അതിനെ എന്താ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലല്ല ഈ മൂവി വന്നിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ വരുമ്പോഴും ഈ മൂവിയിൽ ആ ക്യാരക്ടേഴ്സിനൊക്കെ അവർക്ക് അവരുടേതായ സ്പേസുകളുണ്ട്. മുന്നത്തെ ഇറങ്ങിയ പടങ്ങളിൽ ഈ ക്യാരക്ടേഴ്സിന് വേണ്ടി മേ ബി ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു മൊമെന്റ് ഓഫ് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിൽ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ആവശ്യത്തിന് മാത്രമേ ഈ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഗൈ എന്ന് പറയുന്നത് കോമിക്സിൽ, ഗ്രീൻ ലാന്റേൺ കോമിക്സിൽ വളരെ കോക്കി ആയിട്ടുള്ള ഒരു ഗ്രീൻ ലാന്റേൺ ആണ്. ഒരു ടൈപ്പ് ആ ഒരു ഫീൽ ശരിക്കും ഇതിൽ ഗൈയെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൊഗകളാണെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഇതിലേക്ക് പോയി എന്താ പറയാ കൂടുതൽ സ്പേസ് അതിന് കൊടുത്ത്, ആ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ വേണ്ടി സ്പേസ് കൊടുത്ത് അങ്ങനെയൊന്നും ഇതിലില്ല. ഈ കഥയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ലെക്സ് ലൂഥറിന്റെ ക്യാരക്ടറിനെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റിസ് ലീഗിൽ കണ്ട പോലെ ഷാറുഖ് ഖാൻ ലെക്സ് ലൂഥർ അല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈസ് ആക്ച്വലി റിയലി പുള്ളിങ് ഔട്ട് എ റിയലി ഗുഡ് ലെക്സ് ലൂഥർ ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർമാനും ആ ലെക്സ് ലൂഥറും തമ്മിലുള്ള ആ ഒരു സൂപ്പർ ഹീറോ വില്ലൻ സിങ്കിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ചില സീനൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് തോന്നും ലെക്സ് ലൂഥറിനെ മറ്റേ ഹോംലാൻഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് കെട്ടി കൊടുത്ത് ചില സമയത്ത് സൂപ്പർമാൻ ജോൺ വിക്ക് ആയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആലോചിച്ച് പോകുന്ന സീൻസ് ഒക്കെ ഇതിലുണ്ട്. പക്ഷെ സൂപ്പർമാൻ അങ്ങനെ ചെയ്യില്ല. അതാണ് സൂപ്പർമാനെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഹീറോ ആക്കുന്നത്. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു ഇവരെ ഇടിച്ച് പപ്പടമാക്കിയിരുന്നെങ്കിൽ. പക്ഷെ സൂപ്പർമാൻ അത് ചെയ്തിരുന്നുണ്ടെങ്കിൽ സൂപ്പർമാൻ ഒരിക്കലും സൂപ്പർമാൻ ആവില്ല. ഹി വുഡ് ബി എ ക്യാരക്ടർ ലൈക്ക് ഹോംലാൻഡർ ഓർ ഇൻവിസിബിളിലെ ഓംനിമാനെ പോലെ ആയിരിക്കും. അപ്പോ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇത്ര ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കുന്നത് ഈ സിമ്പിൾ ആയിട്ട് പറയുന്ന കുറെ ഹ്യൂമൻ ട്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ എത്തിക്കൽ ഹ്യൂമൻ ട്രേറ്റ്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് പേഴ്സണാലിറ്റീസിന്റെ കാര്യമാണ്. സൂപ്പർമാൻ ഒരു പക്ഷേ എന്താ പറയാ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ലെക്സിനെ അവിടെ തീർക്കേണ്ട അവസരങ്ങളൊക്കെ വന്നെങ്കിലും സംയമനം പാലിച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടർ പോകുന്നത്. അത് ഫസ്റ്റ് ഇപ്പൊ പറയാം മാൻ ഓഫ് സ്റ്റീലിലാണെന്നെങ്കിൽ തന്നെ ലാസ്റ്റ് വരുമ്പോ സൂപ്പർമാൻ നമ്മുടെ വില്ലനെ കൊല്ലുന്ന ഒരു സീൻ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാതിരുന്നത് സൂപ്പർമാൻ ഈസ് നോട്ട് ദാറ്റ് പേഴ്സൺ. സൂപ്പർമാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അതുകൊണ്ടാണ് ആ ഒരു മൂവിയിലെ ക്ലൈമാക്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷെ ഈ ഒരു മൂവിയിൽ കറക്റ്റ് ആയിട്ട് സൂപ്പർമാന്റെ പേഴ്സണാലിറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ പല മൂമെന്റിലും സൂപ്പർമാനെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് കാണിക്കുന്നത്. ഒരിക്കലും ഓവർ പവേർഡ് അല്ല. പല സിറ്റുവേഷൻസിലും സൂപ്പർമാനെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ തോൽപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ സാധ്യതകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ പോലെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഹീസ് വെരി ഓവർ പവേർഡ്. ആക്ച്വലി പല കഥകളിലും സൂപ്പർമാൻ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും ഒരു കഥാപാത്രം അത്രയ്ക്ക് എന്താ പറയാ ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പേഴ്സണലി. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വൾണറബിൾ ആണെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പല സൂപ്പർമാൻ കോമിക്സുകളും സക്സസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയും സക്സസ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്ലൈമാക്സോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം കോമിക്സ് അറിയുന്നവർക്ക് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് ഊഹിക്കാവുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് പ്രോപ്പറായിട്ട് തന്നെ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂയിസ് ലെയ്ൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഡെപ്തും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളും ഒക്കെ വളരെ വളരെ മികച്ചതായിട്ട് തന്നെ എനിക്ക് ഇതിൽ തോന്നിയിട്ടുണ്ട്. മുന്നത്തെ ഞാൻ അഗെയിൻ പഴയ സൂപ്പർമാൻ ആയിട്ട് അല്ലെങ്കിൽ മാൻ ഓഫ് സ്റ്റീൽ ആയിട്ടാണ് കമ്പാരിസൺ വരുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ ഉള്ള സൂപ്പർമാൻ മൂവി അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കമ്പാരിസൺ വരുന്നത്. ആ ഒരു സിനിമയിൽ ഉണ്ടായേക്കാളും എനിക്ക് ലൂയിസ് ലെയ്ൻ ഇതേപോലെ കുറച്ചുകൂടെ എന്താ പറയാ ക്യാരക്ടർ ഡെപ്ത് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ചില സീനുകളൊക്കെ ഈ ഒരു മൂവിയുടെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിൽ കണ്ട ആ കുട്ടിയെ രക്ഷിക്കുന്ന സീൻ, ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ആ ഒരു കുട്ടി വരേണ്ട കാര്യമില്ല. പക്ഷെ സൂപ്പർമാനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആ ഒരു കുട്ടിയെ കൊണ്ട് നിർത്തിയേക്കുന്ന ആ ഒരു ഫീൽ, അങ്ങനെ കുറച്ച് മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് സീനുകൾ എനിക്ക് ഇതിൽ തോന്നിയിട്ടുണ്ട്. ചില ലോജിക്കില്ലാത്ത അല്ലെങ്കിൽ അധികം വലിയ ലോജിക്കൽ ഇഷ്യൂ അല്ല, പക്ഷെ അധികം ചിന്തിച്ച് വരുമ്പോൾ ഇതൊരു പ്രശ്നമാകുമോ എന്ന് തോന്നാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ എന്ന് പറയുന്ന സൂപ്പർ ഡോഗിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വളരെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ആയിട്ടാണ് ഇതിൽ ക്രിപ്റ്റോയെ കാണിക്കുന്നത്. അങ്ങനെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെറ്റ് അല്ലെങ്കിൽ സൂപ്പർ പവർ ഉള്ള ഒരു ഡോഗ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. അതായത് നമുക്ക് തന്നെ നമ്മുടെ പട്ടികളെ അറിയാം, അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം. അപ്പോ അഗെയിൻ ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പട്ടി എങ്ങനെയാണ് ബാക്കിയുള്ളവരായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കുറെ തോട്ട്സ് ഒക്കെ വന്നു. പക്ഷെ എഗെയിൻ ഈ ഒരു ഡോഗിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എടുത്തേക്കുന്നത് ജെയിംസ് ഗണ്ണിന്റെ ആക്ച്വൽ ഡോഗിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. സോ ദാറ്റ് മേക്സ് സെൻസ്. പക്ഷെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ലോജിക്കലി അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റ് ആവുക. പക്ഷെ ക്രിപ്റ്റോ വാസ് റിയലി ഫൺ ഇൻ ദിസ് വൺ. ഓരോ സീനും പറഞ്ഞ പോലെ വളരെ മികച്ച സീനുകളായിരുന്നു ക്രിപ്റ്റോ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്രിപ്റ്റോ ശരിക്കും ആരുടെ ഡോഗാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. യു ഹാവ് ടു വാച്ച് ദ മൂവി. പിന്നെ മറ്റൊരു പോരായ്മ പോലെ എനിക്ക് തോന്നിയത്, പോരായ്മയല്ല പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ
കുറച്ച് ഇതായിട്ട് എനിക്ക് തോന്നിയത് BGM-ന്റെ യൂസേജും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും കാര്യങ്ങളൊക്കെയാണ്. അത് മോശമായിരുന്നു എന്നല്ല, പക്ഷെ നമുക്ക് ചിലതൊക്കെ വളരെ മികച്ചതായിരുന്നു. പക്ഷെ അതേസമയം എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് അത്ര ഒരു നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഉള്ളിന്നൊരു പൊങ്ങി വരുന്നതൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഹാൻസ് സിമ്മർ അല്ലെങ്കിൽ അവരുടെ ആ ലെവലിലേക്കൊന്നും എത്തിയില്ല എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ കറക്റ്റ്. പക്ഷെ മോശം എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ജെയിംസ് ഗൺ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആ വൈബ് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്യാം. അത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഞാൻ പറയുന്നത് വെച്ചിട്ട് ശരിക്കും DC ഒരു മൂവി ചെയ്യുമ്പോൾ അത് എല്ലാം കൂടി ഒരൊറ്റ ഒരു സിംഗിളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവർ ഓരോ മൂവിയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടറിനനുസരിച്ച് മൂവി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. സൂപ്പർമാൻ എന്ന ഒരു ക്യാരക്ടറിന് വരുമ്പോൾ ഇതേപോലത്തെ ഒരു ഹാപ്പി മൂവി തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കളർഫുൾ ചിയർഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് വേണ്ടത്. അതേസമയം ബാറ്റ്മാന് വരുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള, കുറച്ചുകൂടെ എന്താ പറയാ, ഒരു ഷെയ്ഡി ഇതിലേക്ക് പോകുന്ന കഥയാണ് ബാറ്റ്മാന് വേണ്ടത്. ബിക്കോസ് ബാറ്റ്മാന്റെ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ആ ഒരു ഡൈനാമിക്സ് ഒരു കീപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പീറ്റർ സഫാനും അതേപോലെ തന്നെ ജെയിംസ് ഗണ്ണും പറഞ്ഞിട്ടുള്ളത്. എന്താ പറയാ, MCU പോലെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരിക്കില്ല ഒരിക്കലും ഈ ഒരു DC പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ്. പകരം സ്റ്റാർ വാർസിന്റെ പോലെ ആയിരിക്കും. അതായത് ഒരു വലിയൊരു യൂണിവേഴ്സിൽ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പല ടോണുകളിൽ നടക്കുന്ന കഥ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സൂപ്പർമാൻ മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിറങ്ങിയിൽ നിന്ന് മാത്രമല്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർമാൻ മൂവി ഇത് തന്നെയാണ്. സോ മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ പോയി കാണണം. അഗെയിൻ ഞാൻ പറയുന്നു, കഥ എന്ന് പറയുന്നത് നിങ്ങൾ വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. അങ്ങനെയുള്ള ഒരു ഇതല്ല, പക്ഷെ ഒരു പ്രോപ്പർ വീക്കെൻഡ് എന്റർടൈൻമെന്റ് എപ്പോഴും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് മേ ബി റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു വളരെ മികച്ചൊരു സ്റ്റോറി തന്നെയാണത്. സോ ഐ ആം റിയലി ഹാപ്പി അബൌട്ട് ദിസ് മൂവി ആൻഡ് ഹോപ്പ്ഫുള്ളി DC ഇതേപോലത്തെ ബെറ്റർ പ്രൊഡക്റ്റ് ഇനിയും ഇറക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനിയും ഇതുപോലെ എപ്പോഴെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ദിസ് ഇസ് മീ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.